ഡൽഹിയിൽ സ്ഫോടനമുണ്ടായ സ്ഥലത്തിന് സമീപം മൃതദേഹാവശിഷ്ടം കണ്ടെത്തി 500 മീറ്ററോളം അകലെയുള്ള ടെറസിന് മുകളിൽ നിന്നാണ് ഒരു കൈപ്പത്തി കണ്ടെത്തിയത്. വിനീത വി ജി വിവരങ്ങളുമായി ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഈ സ്ഫോടനമുണ്ടായി 3 ദിവസത്തിന് പിന്നാലെ ഇപ്പോഴും മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സ്ഫോടനം നടന്ന മേഖലയ്ക്ക് സമീപമുള്ള ഒരു ജൈൻ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന് സമീപത്താണ് നിൽക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ സമീപമുള്ള ഒരു ടെറസിലാണ് ഒരു കൈയുടെ അവശിഷ്ടം കാണുന്നത്. ഒരു ഹാഫ് കൈയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത് പോലെ തന്നെ. ആ സ്ഫോടനത്തിന്റെ ആഘാതം അത് എത്രത്തോളം വലുതായിരുന്നു എന്നതുകൂടിയാണ് ഈ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒരു ആളുടെ കൈയാണ് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്ഥലത്തിപ്പോൾ പോലീസ് എത്തിയിട്ടുണ്ട്. അവർ ഫോറൻസിക് സംഘത്തിന് വിവരം അറിയിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ആ ഫോറൻസിക് സംഘം ഇവിടേക്ക് എത്തിച്ചേരും. ഈ സ്ഫോടനമുണ്ടായി ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ മേഖല ആ സ്ഫോടനമുണ്ടായ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 500 മീറ്റർ മാത്രം അകലെയാണുള്ളത്. ആ ടെറസിന് മുകളിൽ അതിനോട് ചേർന്നുള്ള ആ മേഖലയിൽ നിരവധി വീടുകളും കടകളും ഒക്കെ തന്നെയുണ്ട്. ആ വീടിനോട് ചേർന്നുള്ള ഒരു ടെറസിന് മുകളിലാണ് ഒരു ഹാഫ് കൈ ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ ഉള്ളത്. ഒരു ശരീര അവശിഷ്ടമാണ്. ഇങ്ങനെ പല മേഖലകളിലുമായി നേരത്തെയൊക്കെ ഈ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ തെറിച്ചുപോയ ഈ മനുഷ്യ ശരീരത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ തന്നെ ഫോറൻസിക് സംഘമൊക്കെ എത്തി അവർ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലേക്കുള്ളൊരു ദൃശ്യം കൂടി ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഇത് ആദ്യം ഇവിടെയുള്ള പരിസരവാസികളാണ് ഇത് കാണുകയും പിന്നീട് അവർ പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഫോറൻസിക് സംഘം ഇവിടെ എത്തി അത് എടുക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതാണ്ട് 500 മീറ്റർ മാത്രം അകലെയാണ് ഈ സ്ഫോടനമുണ്ടായ സ്ഥലത്ത് നിന്ന് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കൈ കണ്ടെത്തിയ സ്ഥലം. ആ സ്ഫോടനത്തിന്റെ ആഘാതം അത് എത്രത്തോളം വലുതായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നത് തന്നെയാണ് ആ ദൃശ്യങ്ങൾ. ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു കൈയുടെ ഒരു പകുതി ഭാഗം, ഒരു കൈപ്പത്തിയും ഒരു കൈയുടെ ഒരു ഹാഫ് ഭാഗമാണ് ആ വീടിനോട് ചേർന്നുള്ള അതിന് മുകളിലായിട്ട് കാണാൻ കഴിയുന്നത്. അവിടെ ചില വ്യാപാര കേന്ദ്രങ്ങളുണ്ട്, വീടുകളുണ്ട്. അതിന് മുകളിലുള്ള ഒരു ടെറസാണ്. ആ ടെറസിലാണ് ഒരു കൈയുടെ ആ ഭാഗം നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ആ സ്ഫോടനത്തിന്റെ ആഘാതം അത് എത്രത്തോളം വലുതായിരുന്നു എന്നത് തന്നെയാണ് ആ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സൂചിപ്പിച്ചതുപോലെ ഈ സ്ഫോടനമുണ്ടായ മേഖലകളിൽ നിന്നൊക്കെ നിരവധി മൃതദേഹാവശിഷ്ടങ്ങളൊക്കെ തന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഫോറൻസിക് സംഘം ശേഖരിക്കുകയും മറ്റ് DNA പരിശോധനയ്ക്കൊക്കെയായി അവർ അത് മാറ്റുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഈ സ്ഫോടനമുണ്ടായി. ഇതാ 3 ദിവസം പിന്നിട്ടപ്പോൾ ഇപ്പോൾ വീണ്ടും ഒരു മൃതദേഹത്തിന്റെ അവശിഷ്ടം കണ്ടെത്തിയിരിക്കുന്നത്. ഒരു കൈപ്പത്തി, ആ കൈപ്പത്തിയും ഒരു ഹാഫ് കൈയോട് കൂടിയ ഒരു ഭാഗമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ആണ് വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് തന്നുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ അരൂരിലേക്ക് പോകുന്നു. അപകടം നടന്ന